ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനു. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി തൃശ്ശൂർക്കൊന്ന് യാത്ര പോയാലോ? സംഭവം എനിക്ക് എക്സാമിന് വേണ്ടി പോയതാണെങ്കിലും ഒന്ന് നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. എക്സാമിൻ്റെ ടെൻഷൻ ഒരു ഭാഗത്തുണ്ടെങ്കിലും മോളെ കൊണ്ട് ചുറ്റാൻ പോകാനല്ലോ എന്നുള്ളൊരു സന്തോഷം അതെനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്കാണെങ്കിലും ഒരുപാട് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ടാണെന്നറിയില്ല കേട്ടോ, എല്ലാ പ്രാവശ്യവും ഈ കുതിരാനെത്തുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടെങ്കിലും അതിനേക്കാൾ എനിക്ക് പേടിയാണ് ഈ കുതിരാൻ തുരങ്കം എന്നുള്ളത്. പിന്നെ നമ്മുടെ പാലക്കാടൻ കാഴ്ചകളുടെ ഭംഗിയൊന്നും പറയേണ്ടതില്ലല്ലോ. അതും കണ്ട് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടേയിരുന്നു കേട്ടോ. ടാക്സി ഓട്ടോയിലാണ് ഞങ്ങൾ പോയത്. ഞാനും കൃഷ്ണയുടെ അച്ഛനും അമ്മയും പിന്നെ ഞങ്ങളുടെ മോളും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. ഉച്ചയ്ക്കായിരുന്നു എക്സാം എങ്കിലും ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടോ. കാരണം മോൾക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സൂലൊക്കെ കയറി. നമ്മുടെ തൃശ്ശൂർ സൂല് ഒന്നും കാണാനില്ല കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കാണാൻ. കുറച്ച് സമയം കളയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല വലുതായിട്ട്. ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂർ സൂവിലേക്ക് വരുന്നത് ഒരു 3 വർഷം മുമ്പാണ് കേട്ടോ. അതിനുശേഷം വരുന്നത് ഇപ്പോഴായിരുന്നു. മോൾക്ക് ഈ പ്രായത്തിൽ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ പോകാമെന്നുള്ളത് തീരുമാനിച്ചത്. അവൾക്കാണെങ്കിൽ പക്ഷികളെ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചിട്ടും ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്തിൻ്റെ എക്സാമിനായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. എന്തായാലും പോയ കാര്യം നല്ല പോലെ നടന്നു. എക്സാം പാസ്സായി, അത് തന്നെ വലിയ കാര്യം. ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വാശിയോടെ നേടിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എഴുതിയൊരു എക്സാമാണ് കേട്ടോ ഇതെന്തായാലും. രാവിലെ 10 മണിക്ക് പോയ ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ വൈകുന്നേരം 6 മണിയായി. എന്നെ പേഴ്സണലി അറിയുന്ന കുറച്ച് പേരൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോസൊന്നും ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ മടിയല്ലാതെ വേറെ ഒരു കാരണവും ഇല്ല ഗൈസ്. നമ്മളൊരു കാര്യം അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് ഈ പ്രകൃതി അടക്കം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് കേട്ടില്ലേ. പക്ഷെ മടിയുണ്ടെങ്കിൽ ഒരു പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ 5-6 മാസം ഞാൻ ഭയങ്കരമായിട്ടൊരു ഗ്യാപ്പായിരുന്നു യൂട്യൂബിൽ. വീഡിയോസുകളൊക്കെ എടുത്തു വയ്ക്കും, പക്ഷെ വോയിസ് ഓവർ ചെയ്തിടാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ. ബാക്കി നാളെ കാണാം.